നമസ്കാരം. ഇസ്രായേലിന്റെ പേജർ ബോംബ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയത്തുള്ള ഒരു മുൻ KSU നേതാവ് കൂടിയായ ജോർജ് വർഗീസ് എനിക്കൊരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഇങ്ങനെ പറയുന്നു: പേജറിൽ ഒളിപ്പിച്ച ബോംബ് മാസങ്ങളായി. ഹിസ്ബുള്ള ഉപയോഗിച്ചത് ഉറപ്പായും എയർപോർട്ട് സ്കാനർ അവരുടെ നേതാക്കൾ സഞ്ചരിച്ചപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാതെ ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏത് മൊബൈലിലും ഘടിപ്പിക്കാം. എങ്ങനെ വിമാനയാത്ര ചെയ്യും? എന്തും തകർക്കാൻ പറ്റില്ലേ? എങ്ങനെ മൊബൈൽ ഉപയോഗിക്കും പേടിച്ചിട്ട് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അദ്ദേഹം ഒരു ചെറിയ ശബ്ദ സന്ദേശം കൂടി എനിക്ക് അയച്ചു. ഇസ്രായേലിൽ ഏത് വിമാനവും നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലേ ഇത്? ആലോചിക്കും എങ്ങനെ പേടിച്ചിട്ട് ലോകത്തിന് യാത്ര ചെയ്യും. ജോർജ് വർഗീസ് ഉപയോഗിച്ച വിഷയം ഗൗരവമുള്ളത് തന്നെയാണ്. മൊബൈൽ ഫോൺ പോലെ സാങ്കേതികമായി കണക്ട് ചെയ്തിട്ടില്ലാത്ത ഒരു പേജർ, താരതമ്യേന സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു പേജറിനെ ബോംബായി മാറാൻ കഴിയുമെങ്കിൽ ആ ചോദ്യം പ്രസക്തമാണ്. നമുക്കെങ്ങനെ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്കെങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്ന ഒരു വളരെ നിർണായകമായ ചോദ്യമുണ്ട്. സാങ്കേതിക വിദ്യ മാറുമ്പോൾ അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തലത്തിലേക്ക് മാറാം. അതിനെ എങ്ങനെയാണ് മനുഷ്യൻ നിയന്ത്രിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെയാണ് ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചിലരെങ്കിലും രംഗത്ത് വരുന്നത്. ഇസ്രായേൽ എല്ലാ മനുഷ്യരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഏതൊരു പേജറിനെയും ഏതൊരു മൊബൈലിനെയും ബോംബാക്കി മാറ്റാൻ കഴിയും. ഒരാളും സുരക്ഷിതരല്ല. അതുപോലെ തന്നെ ഒരു വിമാനയാത്രയും സുരക്ഷിതമല്ല എന്നൊരു സന്ദേശം ഇത് വയ്ക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഭീതി പടർത്തുന്ന ഒരു അന്തരീക്ഷമാണ്. ലോകമെമ്പാടുമുള്ള പ്രവാസികൾ അടങ്ങുന്നവർ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. വിമാനത്തിലൂടെ യാത്ര ചെയ്യാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാൻ ഓർക്കുന്നത് എൻ്റെ സഹോദരി ഡൽഹിയിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന കാലമാണ്. 2-3 വർഷം കൂടുമ്പോഴായിരുന്നു നാട്ടിലേക്ക് വന്നിരുന്നത്. അങ്ങനെയായിരുന്നു പണ്ടത്തെ നമ്മുടെ പ്രവാസം. ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും അഹമ്മദാബാദിലും ഒക്കെ വലിയ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവര് വല്ലപ്പോഴുമായിരുന്നു നാട്ടിലേക്ക് വന്നിരുന്നത്. ആ യാത്ര തന്നെ 3-4 ദിവസം നീണ്ടു നിന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ഇടത്തരക്കാരനും രാജ്യത്തിന്റെ അകത്ത് പോലും സഞ്ചരിക്കുന്നത് വിമാനത്തിലാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് 1 മണിക്കൂർ കൊണ്ടെത്താം, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും 1.25 മണിക്കൂർ കൊണ്ടെത്താം. നമുക്ക് രാജ്യത്തിന്റെ ഏത് സ്ഥലത്തേക്കും മണിക്കൂറുകൾ കൊണ്ടെത്താവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വിമാനയാത്ര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പേജറിനെ പോലും ബോംബാക്കാൻ കഴിയുമെങ്കിൽ ഈ വിമാനയാത്രയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, എല്ലാവരുടെയും മൊബൈൽ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. വിമാനത്തിൽ കയറി ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തും മാത്രമേ അത് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശമുള്ളൂ. എന്ന് മാത്രമല്ല, സ്വിച്ച് ഓഫ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാൽ മതി. അതായത് ആ മൊബൈൽ ഉണ്ടാവും, ഫ്ലൈറ്റ് മോഡിൽ ഇടുക എന്നത് മാത്രമാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മൊബൈൽ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ പേജർ ബോംബ് ഒരു ആപത്തായി മാറുമോ? മനുഷ്യരാശി ഇല്ലാതാക്കുമോ? എങ്ങനെ ഊരുറപ്പിച്ച് യാത്ര ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പലപ്പോഴും ശാസ്ത്രീയമായ നേട്ടങ്ങൾ നമുക്കുണ്ടാവുമ്പോൾ ആ നേട്ടങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ബാധിക്കാത്ത തരത്തിൽ ആവുക എന്ന ലക്ഷ്യത്തോടെ ചില ഇടപെടൽ നടത്താറുണ്ട്. ഇപ്പൊ ഡോളി എന്ന പേരിൽ ഒരു ക്ലോൺ ചെയ്ത ആടിന് ജന്മം കൊടുത്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിലെ എഡിൻബറോ മ്യൂസിയത്തിൽ ആ ഡോളി ഇപ്പോഴും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ കണ്ടിരുന്നു. സ്ത്രീയും പുരുഷനും ഇല്ലാതെ തന്നെ ക്ലോണിങ്ങിലൂടെ ജീവൻ ഉണ്ടാക്കാം എന്നതിന് തെളിവായിരുന്നു ഡോളി. പക്ഷേ അത് വ്യാപകമാകുന്നതും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ, മനുഷ്യന്റെ സ്വാഭാവിക ജൈവ പ്രക്രിയയെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അപ്പനും അമ്മയും ഇല്ലാതെ മക്കൾ ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കുന്ന തരത്തിൽ നിയന്ത്രണമുണ്ടായി. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഈ AI കോൺഫറൻസുകൾ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സമസ്ത മേഖലകളിലേക്കും വ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായ പ്രക്രിയകൾക്ക് അത് തടസ്സമുണ്ടാക്കാം. മനുഷ്യൻ തന്നെ അപ്രസക്തമായി യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ എല്ലാ റോളുകളും വഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവാം. ഈ AI ടെക്നോളജിയിലേക്ക് മനുഷ്യന്റെ വികാരങ്ങളും ചിന്താശേഷിയും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പ്രസക്തമല്ല. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഈ നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ കാരണമാകേണ്ടതാണ് പേജർ ബോംബുകൾ. എന്നാൽ ഈ ആശങ്കപ്പെടാൻ മാത്രമുള്ള ഗൗരവം ഇതിനുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. മൊബൈൽ ഫോണുകളെ അങ്ങനെയെങ്കിൽ ബോംബുകളാക്കി മാറ്റിക്കൂടെ എന്ന ചോദ്യം പ്രസക്തമാണ്. വാസ്തവത്തിൽ എന്താണ് ലെബനനിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഈ ആശയക്കുഴപ്പം മാറൂ. ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ എഴുതുന്നത് ഇതൊരു സൈബർ ഹാക്കിംഗ് ആണ്, സൈബർ അറ്റാക്ക് ആണെന്നാണ്. ഈ സൈബർ ഹാക്കിംഗ് ആണ്, സൈബർ അറ്റാക്ക് ആണ് എന്ന ഒരു തിയറിയാണ് ഈ ആശങ്കയുടെ മൂലകാരണം. കാരണം ഈ സൈബർ ഹാക്കിംഗ് നടക്കുന്നത് പലപ്പോഴും സോഫ്റ്റ്വെയർ ഹാക്കിങ്ങിലൂടെയാണ്. അതിന് ഹാർഡ്വെയറുമായി ബന്ധമില്ല. സോഫ്റ്റ്വെയർ ഹാക്കിംഗ്, അതായത് ഒരു പുറത്തുനിന്നൊരു സോഫ്റ്റ്വെയർ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും.
ആ ഒരു സാങ്കേതിക വിദ്യയിലൂടെ സാറ്റലൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വൈറസുകൾ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും വൈറസ് വരാറുണ്ട്. അതിനെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ പലപ്പോഴും ആപ്പിളിനും മൈക്രോസോഫ്റ്റിനും പോലും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ്വെയർ ആണ് പലപ്പോഴും ഈ കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നത്. ഈ സോഫ്റ്റ്വെയറിലൂടെ ഇത്തരം ഇടപെടലുകൾ നടന്നാൽ തീർച്ചയായും അത് ഭീഷണി തന്നെയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഹാർഡ്വെയർ ഹാക്കിംഗ് ആണ്. ഈ സോഫ്റ്റ്വെയർ ഹാക്കിങ്ങും ഹാർഡ്വെയർ ഹാക്കിങ്ങും രണ്ടായി കാണണം. അമേരിക്കയിലെ മാധ്യമങ്ങൾ ഞാൻ വായിച്ചത് ഇതൊരു സോഫ്റ്റ്വെയർ ഹാക്കിങ്ങേ അല്ല, ഇതൊരു ഹാക്കിങ്ങേ അല്ല, ഇതൊരു ഹാർഡ്വെയറിലെ ഇടപെടലാണ്. അതായത് ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു ഈ പേജറുകൾ നിർമ്മിച്ചിരുന്നത്. പേജറുകൾ അപ്രസക്തമായ സാധനമാണ്. ഉൽപാദനം തന്നെ ലോകത്ത് കുറവാണ്. ഈ സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ സാങ്കേതിക വിദ്യയിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്. ചില സാങ്കേതിക വിദ്യ മാത്രം മാറുമ്പോഴും തിരിച്ചു വരാറുണ്ട്. ഉദാഹരണത്തിന് റേഡിയോ പണ്ട് അസ്തമിച്ചതായിരുന്നു, പിന്നീട് ഒരുപാട് FM സ്റ്റേഷനുകൾ നമുക്ക് എത്തി. അത് പക്ഷേ നമുക്ക് റേഡിയോ പാട്ടുകളോടുള്ള താല്പര്യവും റേഡിയോ ടെക്നോളജിയോട് താല്പര്യവുമാണ്. എന്നാൽ മൊബൈൽ ഫോണുകൾ അതിവേഗതയിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിന് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും പേജറുകൾ പ്രസക്തമല്ല. എന്നിട്ടും പേജറുകൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഭീകരരോ അല്ലെങ്കിൽ കൃത്യമായി സുരക്ഷിതമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഭാഗമോ ആവണം. അതുകൊണ്ട് തന്നെ നിർമ്മിക്കുന്നവരെ ഫോക്കസ് ചെയ്തായിരിക്കും ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നാളുകൾ നീണ്ട ഒരു പ്രക്രിയയുടെ ഭാഗമായാണ് പേജർ നിർമ്മിക്കുന്ന ഗോൾഡ് അപ്പോളോ കമ്പനിയിലേക്ക് ഒരുപക്ഷെ മൊസാദ് ഏജന്റുമാർ ജോലിക്കാരെ നിയമിച്ചിരിക്കാം. ആ ജോലിക്കാർ വളരെ സുരക്ഷിതമായി പൊട്ടിത്തെറിക്കുന്നിടയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കാം. ഈ ലിഥിയം ബാറ്ററിയോട് ചേർന്ന് എക്സ്പ്ലോസീവ് നേച്ചറുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കപ്പെട്ടാൽ അത് ചെറിയ തോതിലാണെങ്കിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ചേർക്കപ്പെട്ടാൽ അതൊരു പ്രത്യേക താപാന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ പ്രത്യേകമായ കമാൻഡിന്റെ പശ്ചാത്തലത്തിലോ പൊട്ടിത്തെറിക്കാം. അങ്ങനെ നിർമ്മാണ സമയത്ത് തന്നെ ലിഥിയം ബാറ്ററിയോട് ചേർന്ന് ഇവർ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ഒരുപക്ഷെ ജീവനക്കാരെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ അവർ തന്നെ ജീവനക്കാർ റിക്രൂട്ട് ചെയ്തോ ഒക്കെ ചെയ്തതാവാം. അല്ലെങ്കിൽ ഇത് തായ്വാനിൽ നിന്നും ബെയ്റൂട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം, ഇറക്കുമതി ചെയ്തതിനു ശേഷം അത് വിതരണം ചെയ്യുന്നതിനിടയിൽ ഏജന്റുമാർ ആരെങ്കിലും സ്വാധീനിച്ച് അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തതാവാം. ഇതൊക്കെ സാധിക്കാം. നമ്മൾ കരുതേണ്ടത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാൻ ഏറ്റവും സുരക്ഷിതമായി അവരുടെ 3 ലെയർ സുരക്ഷാ സന്നാഹങ്ങൾ കടന്ന് താമസിച്ചിരുന്ന ഇസ്മയിൽ ഖനിയെയാണ് ബോംബ് സ്ഫോടനത്തിലൂടെ ഇസ്രായേൽ കൊന്നത്. അത്രമാത്രം മറ്റുള്ളവരുടെ സുരക്ഷാ സന്നാഹങ്ങളിലേക്ക് കടന്നു കയറാൻ മൊസാദിന് കഴിയും. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ടിൽ പേജറുകളെ ഇറക്കുമതി ചെയ്തതിനു ശേഷം സ്വാധീനിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞെന്ന് വരാം. അതാണ് മൊസാദിന്റെ പ്രവർത്തന രീതി. അതുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിച്ചത്. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ പൊട്ടിത്തെറിക്കൂ. അല്ലാതെ എല്ലാ മൊബൈലുകളും ഹാക്ക് ചെയ്തുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്താനൊന്നും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഈ ആശങ്ക താൽക്കാലികമാണെന്നും ഈ ആശങ്കയ്ക്ക് പ്രസക്തി ഇല്ലെന്നും എന്നുള്ള നിഗമനത്തിലെത്തേണ്ടി വരും. കാരണം അങ്ങനെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല, നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. വിമാനത്തിന് അപകടമുണ്ടാകുമെന്ന് ഭയന്ന് വിമാനത്തിൽ യാത്ര ചെയ്യാത്തവന്റെ മുകളിലേക്ക് വിമാനം തകർന്നു വീണ് മരിച്ച ഒരു അനുഭവമുണ്ട്, പഴയ കാലത്തൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇത് ഇങ്ങനെ പ്രത്യേക തരത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒരു ഹാക്കിംഗ് ആയതുകൊണ്ടാവാം. അല്ലാതെ നമ്മുടെ യാത്രാ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയത് വരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ റൂമറുകൾക്ക്, ഊഹാപോഹങ്ങൾക്ക് കാരണമാകും. മാധ്യമ ദിനപത്രം രാവിലെ കാണാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണും. മാധ്യമമൊക്കെ നിലവിൽ തുടങ്ങി കാണും. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ ഭീകരാക്രമണത്തിനെതിരെ ശബ്ദമുയർത്താൻ പറയുന്നുണ്ടാവും. പ്രത്യേകിച്ച് 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. കുട്ടികളെ പോലും കുരുതി കൊടുക്കുന്ന ഇസ്രായേലിലെ നരനായട്ടെന്ന് പറയും. പക്ഷെ അവരൊന്നും ചോദിക്കുന്നില്ല എന്തിനാണ് ലോകത്ത് ആരും ഉപയോഗിക്കാത്ത പേജർ ഈ 2 കുട്ടികൾ ഉപയോഗിച്ചെന്ന ചോദ്യം പ്രസക്തമാണ്. കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തതായിരിക്കും മാതാപിതാക്കൾ. അവരറിയുന്നൊരു ബോംബാണെന്ന്. ആ മാതാപിതാക്കൾ ഉത്തരവാദികളാണ് കുട്ടിയുടെ മരണത്തിന്. അപ്പൊ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പേരിൽ ഇനി ഒരുപാട് കഥകൾ ഇറങ്ങും. നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത് ഇസ്രായേലാണ്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് യന്ത്രമൊക്കെ ഹാക്ക് ചെയ്ത് അവർ വിജയിപ്പിച്ചതാണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ ഇനി ഇതിന് പുറത്തിറങ്ങും. ഇത്തരം ഗൂഢാലോചന തിയറികളിൽ ഏറെ തൽപരരാണ് നമ്മൾ മലയാളികൾ എന്നതുകൊണ്ട് തന്നെ ഇത്തരം കഥകളൊക്കെ എനിക്ക് പുറത്തിറങ്ങാം. എന്തായാലും അങ്ങനെയൊന്നും ഭയപ്പെടേണ്ടതില്ല. സാങ്കേതിക വിദ്യയെ നമ്മൾ ഒരുപാട് ഭയന്നാൽ നമുക്ക് ഒരിടത്തും എത്താൻ കഴിയില്ല. സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഗുണവശങ്ങളുമുണ്ട്, നല്ല വശങ്ങളുമുണ്ട്. അതിനെ ഭയന്ന് നമുക്ക് ഒന്നിനെയും മറികടക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.